ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. ബീഫ് റോസ്റ്റ് എന്നോ ബീഫ് ഉണക്കിയതെന്നൊക്കെ പറയാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീഫ് വേവിക്കാനുള്ള കുക്കറാണ് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തോരം ബീഫ് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള സവാളയുടെ ഒരു 1/4 ഭാഗം ആദ്യം ആ കുക്കറിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബാക്കി ആ 1/4 ഭാഗം സവാള അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളക്, ഉള്ളിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് നന്നായിട്ട് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വാരിയ വെള്ളമൊക്കെ പോയ ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ബാലൻസ് വെച്ചിരുന്ന സവാളയും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് സവാള നന്നായിട്ട് പൊരിഞ്ഞതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് തയ്യാറായി കിട്ടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമേ, നമ്മൾ ഇതുപോലെ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാതെ ഇതുപോലെ ഇൻഡാലിയത്തിലോ കാസ്റ്റ് അയണിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ബീഫ് കഴിക്കാത്ത ഒരാളാണ് കേട്ടോ. ഇതിൻ്റെ ഉപ്പ് പോലും നോക്കാറില്ല. അപ്പോൾ എൻ്റെ ഈ ബീഫ് റോസ്റ്റ് കഴിച്ചിട്ട് എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.